നമ്മളെ മക്കൾ നന്നാവാൻ ചെയ്യേണ്ട രണ്ടാമത് കാര്യം, അവർക്ക് ചെറുപ്പത്തിൽ തന്നെ അദബുകൾ പഠിപ്പിച്ചു കൊടുക്കും. ഓരോ സമയത്ത് ചെയ്യേണ്ട മര്യാദകൾ, ടോയ്ലറ്റ് പോകുമ്പോൾ എങ്ങനെ, ഉറങ്ങാൻ നേരത്തെ എങ്ങനെ, ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ, വസ്ത്രം ധരിക്കുമ്പോൾ എങ്ങനെ, മുതിർന്നവരുണ്ടാകുമ്പോൾ എങ്ങനെ, ഇങ്ങനെ ഓരോ സമയത്ത് ചെയ്യേണ്ട മര്യാദകൾ കുഞ്ഞിളം കാലത്ത് തന്നെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് ചെറുതല്ലേ ഉസ്താദേ, അത് കാര്യമാക്കണ്ട എന്നല്ല പറയേണ്ടത്. വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് മര്യാദകൾ മുഴുവനും പഠിപ്പിച്ചു കൊടുക്കണം. ഒരു ഉപ്പയും ഉമ്മയും മക്കൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം ചോക്ലേറ്റ് അല്ല, സ്മാർട്ട് ഫോൺ അല്ല, വേറെ ഒരു പിക്നിക് പ്ലാൻ ചെയ്യലല്ല, നല്ല അത് പഠിപ്പിച്ചു കൊടുക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചു. ഗസാലി ഇമാം റഹിമഹുല്ലാഹ് എണ്ണി പറയുന്നുണ്ട്, ഉറക്കിന്റെ മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. എന്താ ഉറക്കിന്റെ മര്യാദ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഉറങ്ങാൻ നേരത്ത് വളരെ ചെറിയ മോനാ, 4 വയസ്സേ ആയിട്ടുള്ളൂ, LKG ചേർത്തിട്ടേ ഉള്ളൂ, ആ കുട്ടിക്ക് പറ്റിയ ഒരു ദിക്ർ പറഞ്ഞു കൊടുക്കണം. മോനെ സ്വലാത്തില്ലയോ, ബിസ്മിക അല്ലാഹുമ്മ അഹ്യാ വ അമൂത്, അല്ല മോനെ, അങ്ങനെ വളരെ കുഞ്ഞിളം കാലത്ത് തന്നെ ഉറക്കിന്റെ മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം. ഉറക്ക് ഇബ്ലീസ് ഒരാളെ ചതിപ്പെടുത്താൻ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ കുട്ടികൾ പെടാതിരിക്കാൻ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഉറക്കിന്റെ മര്യാദ പഠിപ്പിച്ചു. പകൽ ഉറക്കം അത്യാവശ്യം വലുതാവും തോറും നിരുത്സാഹപ്പെടുത്തണം. രാത്രി നേരത്തെ ഉറങ്ങാൻ പഠിപ്പിക്കണം, നേരത്തെ ഉണരാനും പഠിപ്പിക്കണം.